ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ ക്യാരമൽ പുഡിങ്. അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അത് ഡിമോൾഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് വൈറലാണ്. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ചെയ്തു നോക്കണം എന്ന് തോന്നി. അപ്പം ഞാനതൊന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ആദ്യം പഞ്ചസാര, ഒരു അരക്കപ്പ് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ക്യാരമലായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് ആദ്യമേ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണേ. ഇനി ഇതിനുള്ള ബാറ്റർ, അതായത് മിശ്രിതം തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതായത് റൂം ടെമ്പറേച്ചറിലെ മുട്ടയാണ്. അപ്പോൾ മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് കലക്കി അങ്ങോട്ട് എടുക്കണേ. അത് മഞ്ഞയും വൈറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത്, ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ആ പഞ്ചസാര പൊടിച്ച് അതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഒരു തരിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണേ. 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയും ചേർക്കണേ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വാനില എസൻസ് ഒക്കെ ചേർത്ത് മുട്ടയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താലാണ് മുട്ടയുടെ ആ മണം ഇല്ലാണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മണം ഉണ്ടാവും. അത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് ഇലക്ട്രിക്കൽ ബീറ്റർ ഒന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാരണ ഹാൻഡ് വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പാലാണ്. 2 കപ്പ് പാല്, അതും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെയാണ്. ഇപ്പം ആ പാലും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതിൻ്റെ മിശ്രിതം റെഡിയാക്കി എടുക്കുക. ഇത് മിശ്രിതം റെഡിയായി കഴിയുമ്പോഴേക്കും കണ്ടോ ഇതേപോലെ നല്ല വെള്ളം പോലെ ആയിരിക്കും ഉള്ളത്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ആ മിശ്രിതം നമുക്ക് ആ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ ആ പാത്രം ഉണ്ടല്ലോ, ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ആ പാത്രത്തിലേക്ക് കണ്ട ഇതുണ്ട്, നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ട്രേ ഉണ്ടല്ലോ അതൊന്ന് കവർ ചെയ്തെടുക്കണേ. ഞാനപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ലിഡൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ലിഡ് ഉണ്ടെങ്കിൽ ആ ലിഡ് വെച്ചായാലും കവർ ചെയ്താൽ മതി. ഇനി ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ഓവനിലാണ്. അപ്പോൾ ഓവനിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കണം ആദ്യം തന്നെ. ആ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഞാൻ ചെയ്തപ്പോഴേക്കേ വെള്ളം തിളയ്ക്കാണ്ട് തന്നെയാണ് ഞാൻ, അതായത് ആ പാത്രം ബേക്ക് ചെയ്യാനുള്ള പാത്രം വെക്കുമ്പോൾ തന്നെയാണ് വെള്ളം ഒഴിച്ചത്. അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ വെച്ച് ചെയ്യേണ്ടത് ഏകദേശം 1 മണിക്കൂറോളം എടുത്തത് സെറ്റായിട്ട് വരാനായിട്ട്. ഏറ്റവും നല്ലത് നമ്മളിത് സ്റ്റൗവിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിനേക്കാളും വലിയൊരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് ബേക്കിംഗ് ചെയ്യണ പാത്രത്തിൻ്റെ പകുതി ആവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഈ പുഡിങ് റെഡിയായി കിട്ടും. ഇനി അത് ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തണുത്ത് കഴിഞ്ഞ് ഡീമോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അത്ര നേരം വെക്കാത്തതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് പൊടിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ട് തന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും, അതേപോലെയാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ ഇത് ബാറ്റർ റെഡിയാക്കുമ്പോഴേക്കും വാനില എസൻസ് ഇട്ടിട്ട് മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് നല്ലോണം വരും. അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കും.